Good morning, students. SQL നാലാമത്തെ പ്രോഗ്രാമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്ക് എന്ന് പറയുന്ന ടേബിളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് എ ടേബിൾ ബാങ്ക് വിത്ത് ദ ഫോളോയിങ് ഫീൽഡ് ആൻഡ് ഇൻസേർട്ട് അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് ഇൻ ടു ദ ടേബിൾ. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടേബിളിൻ്റെ പേര് എന്തായിരിക്കണം? ബാങ്ക് എന്നായിരിക്കണം. താഴെ പറയുന്ന ഫീൽഡൊക്കെ ഉൾപ്പെടുത്തണം. അറ്റ്ലീസ്റ്റ് 5 റെക്കോർഡ്സ് ഉണ്ടായിരിക്കണം. 5 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഫീൽഡ് നോക്കാം. അക്കൗണ്ട് നമ്പർ ഇൻറ്റീജർ പ്രൈമറി കീ, അക്കൗണ്ട് നെയിം വാർക്കെയർ 20, ബ്രാഞ്ച് നെയിം വാർക്കെയർ 25, അക്കൗണ്ട് ടൈപ്പ് വാർക്കെയർ 10, എമൗണ്ട് ഡെസിമൽ 10,2. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫീൽഡുകൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് നമ്പർ ഇൻറ്റീജർ പ്രൈമറി കീ ആയിരിക്കണം. അതായത് അക്കൗണ്ട് നമ്പർ ഇതേ നമ്പർ വേറൊരു വ്യക്തിക്ക് വരാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ അക്കൗണ്ട് നെയിം മാക്സിമം 20 ലെറ്റേഴ്സ് കൂടിയ പേരുകൾ വരെ വരാം. അതുപോലെ തന്നെ ബ്രാഞ്ച് നെയിമും 25 ലെറ്റേഴ്സ് വരെ ഉള്ള പേരുകൾ വരാം. ദെൻ അതുപോലെ തന്നെ അക്കൗണ്ട് ടൈപ്പ് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരിക്കും, കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ട് ടൈപ്പ് വാർക്കെയർ 10, അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ്, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്. മാക്സിമം ലെറ്റേഴ്സ് 10, അതിലപ്പുറമുള്ള ഏതെങ്കിലും ജോയിൻറ്റ് ഇതൊക്കെ വരുമ്പോൾ വരാൻ പാടുള്ളൂ. ദെൻ എമൗണ്ട് ഡെസിമൽ 10,2. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 10. ദെൻ പോയിന് ശേഷം 2 ഡിജിറ്റ്. ഓക്കെ, സബ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്പ്ലേ ദ ബ്രാഞ്ച് വൈസ് ഡീറ്റെയിൽസ് ഓഫ് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദ എമൗണ്ട്. എമൗണ്ട് അസെൻഡിങ് ഓർഡർ പ്രകാരം നമുക്ക് ഒരു ബാങ്കിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ബ്രാഞ്ച് വൈസ്, അതായത് ബ്രാഞ്ച് വൈസ് ഒരു പറഞ്ഞാൽ ഒരു ബ്രാഞ്ച്, ഇപ്പോൾ പാലക്കാട് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ പാലക്കാട് ഇന്ന ബ്രാഞ്ചിലെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഷോ ചെയ്യേണ്ടത്. ഡീറ്റെയിൽസ് ഷോ ചെയ്യേണ്ടത് എങ്ങനെ? അസെൻഡിങ് ഓർഡറിലായിരിക്കണം. അസെൻഡിങ് ഓർഡർ പറഞ്ഞാൽ എമൗണ്ടിൻ്റെ അസെൻഡിങ് ഓർഡർ. ഏത് അക്കൗണ്ടിലാണോ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉള്ളത് അത് ആദ്യം, ദെൻ പിന്നെ കുറഞ്ഞുള്ളത്, ആ ഒരു ഓർഡറിലാണ് അവിടെ ഡീറ്റെയിൽസ് ഷോ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇൻസേർട്ട് എ ന്യൂ കോളം നെയ്മഡ് മിനിമം എമൗണ്ട് ഇൻ ടു ദ ടേബിൾ വിത്ത് ഡിഫോൾട്ട് വാല്യൂ 1000. അപ്പോൾ പുതിയൊരു കോളം ഇൻസേർട്ട് ചെയ്യണം. ആ കോളത്തിൻ്റെ പേരെന്ന് പറയുന്നത് മിനിമം എമൗണ്ട് എന്നാണ് കൊടുക്കേണ്ടത്. അതിൽ ഡിഫോൾട്ട് വാല്യൂ 1000 അപ്ഡേറ്റ് ചെയ്യും വേണം. 1000 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും വേണം. അപ്പോൾ അതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് അപ്ഡേറ്റ് ദ മിനിമം എമൗണ്ട് കോളം വിത്ത് റുപ്പീസ് വാല്യൂ 1000 ഫോർ ദ കസ്റ്റമേഴ്സ് ഇൻ ബ്രാഞ്ചസ് അതർ ദാൻ ആലപ്പുഴ ആൻഡ് മലപ്പുറം. ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു പുതിയ കോളത്തിലുള്ള എമൗണ്ട് ഡിഫോൾട്ട് 1000 റുപ്പീസ് എല്ലാത്തിലും ഉണ്ട്. അതുകൂടാതെ ഒരു 1000 റുപ്പീസും കൂടെ ഈ പറഞ്ഞ മിനിമം എമൗണ്ട് എന്ന് പറയുന്ന കോളത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. ബട്ട് കണ്ടീഷൻ ഉണ്ട്, ആലപ്പുഴയും മലപ്പുറവും ഉള്ള ബ്രാഞ്ചസ് ഒഴികെ. ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ബ്രാഞ്ചും മലപ്പുറം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചും, ഇങ്ങനെ 2 ബ്രാഞ്ച് ഒഴികെയുള്ള ബാക്കി എല്ലാ ബ്രാഞ്ചിലേക്കും ഈ പറഞ്ഞ എക്സസ് ആയിട്ടുള്ള ഒരു അഡീഷണൽ 1000 റുപ്പീസ് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഫൈൻഡ് ദ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഹു ഡു നോട്ട് ഹാവ് മിനിമം എമൗണ്ട് 1000. ഓരോരുത്തരുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് 1000 ഇല്ലാത്ത എത്ര കസ്റ്റമേഴ്സ് ഉണ്ട്, അത്രയും കസ്റ്റമേഴ്സിൻ്റെ എണ്ണം ആണ് അവിടെ വേണ്ടത്. 1000 മിനിമം ബാലൻസ് ഇല്ലാത്ത കസ്റ്റമേഴ്സിൻ്റെ എണ്ണമാണ് നമുക്കവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റിമൂവ് ദ ഡീറ്റെയിൽസ് ഓഫ് SBI അക്കൗണ്ട് ഫ്രം തിരുവനന്തപുരം ബ്രാഞ്ച് ഹു ഹാവ് 0 ബാലൻസ് ഇൻ ദിയർ അക്കൗണ്ട്. അപ്പോൾ ഈ 0 ബാലൻസ് അക്കൗണ്ടുള്ള വ്യക്തികളെ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ SBI അക്കൗണ്ട് ആയിരിക്കണം, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം, തിരുവനന്തപുരം ബ്രാഞ്ച് ആയിരിക്കണം. ദെൻ അവിടെയുള്ള 0 ബാലൻസ് ഉള്ള അക്കൗണ്ടുകളുള്ള വ്യക്തികളെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അത്തരം ഡീറ്റെയിൽസ് റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയേറ്റ് ടേബിൾ ബാങ്ക്, അക്കൗണ്ട് നമ്പർ ഇൻറ്റീജർ പ്രൈമറി കീ, അക്കൗണ്ട് നെയിം വാർക്കെയർ 20, ബ്രാഞ്ച് നെയിം വാർക്കെയർ 25, account type varchar 10,
എമൗണ്ട് ഡെസിമൽ 10,2 ഫസ്റ്റ് ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ടേബിളിൻ്റെ പേര് ബാങ്ക് എന്നാണ്. ഫസ്റ്റ് ഫീൽഡ് അക്കൗണ്ട് നമ്പറാണ് വേണ്ടത്. അത് ഇൻറ്റീജർ പ്രൈമറി കീ ആണ്. ഇൻറ്റീജർ പ്രൈമറി കീ എന്താണ്? ഒരു വ്യക്തിയെ ഫസ്റ്റ് ഓഫ് ഓൾ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കീ ആണ് പ്രൈമറി കീ എന്ന് പറയുന്നത്. നോർമലി ഇവിടെ ഇതേ അക്കൗണ്ട് നമ്പർ വേറൊരു വ്യക്തിക്ക് വരാൻ പാടില്ല. പാർട്ടിഷൻ നമ്പർ ആണെങ്കിലും അക്കൗണ്ട് നമ്പർ ആണെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള ആ ഒരു സീരീസിലുള്ള ബാങ്കിൽ അതേ അക്കൗണ്ട് നമ്പർ വേറൊരു വ്യക്തിക്ക് വരാൻ പാടില്ല. ദെൻ അക്കൗണ്ട് നെയിം, അക്കൗണ്ട് ഹോൾഡറുടെ നെയിമാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം ലെറ്റേഴ്സ് 20 ലെറ്റേഴ്സ് വരെ വരാം. ദെൻ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ബ്രാഞ്ച് നെയിമാണ്. ബ്രാഞ്ച് നെയിം പറഞ്ഞാൽ നമുക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ പാലക്കാട് ജില്ല നോക്കുകയാണെങ്കിൽ പാലക്കാട് മേഴ്സി ബ്രാഞ്ച് ഉണ്ട്, ടൗൺ ബ്രാഞ്ച് ഉണ്ട്, സ്റ്റേഡിയം ബ്രാഞ്ച് ഉണ്ട്. അങ്ങനെ കുറേ ബ്രാഞ്ചസ് നമുക്ക് പറയാൻ കഴിയും അല്ലേ. അപ്പോൾ ഏത് ബ്രാഞ്ചാണ്? ആ ബ്രാഞ്ച് സ്പെസിഫൈ ചെയ്യാനായിട്ട് നമുക്ക് മാക്സിമം ലെറ്റേഴ്സിന് എണ്ണം എന്ന് പറയുന്നത് 25 ലെറ്റേഴ്സ് വരുന്ന ബ്രാഞ്ച് നെയിം വരെ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട് ടൈപ്പാണ്. അക്കൗണ്ട് ടൈപ്പ് പറഞ്ഞാൽ നമുക്ക് സേവിങ്സ്, കറണ്ട് അങ്ങനെയൊക്കെ അക്കൗണ്ട് കൊടുക്കാൻ സാധിക്കും. ദെൻ എമൗണ്ട് ഡെസിമൽ, എമൗണ്ട് അതിൽ എൻ്റർ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിജിറ്റ് മാക്സിമം എത്ര വരെ ആവാം? 10 ഡിജിറ്റ് വരെ വരാം. ശേഷം പോയിന്റിന് ശേഷം 2 ഡിജിറ്റും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻസേർട്ട് ഇൻറ്റു ബാങ്ക് വാല്യൂസ്. ഇൻസേർട്ട് ഇൻറ്റു ബാങ്ക് വാല്യൂസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 2 3 4 എന്നാണ്. കോമ ഇടുക. സിംഗിൾ കോഡ്സിനകത്ത് ജോയ് എന്ന് കൊടുക്കുക. സിംഗിൾ കോഡ് സെൻഡ് ചെയ്യുക. കോമ ഇടുക. ദെൻ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബ്രാഞ്ചാണ്. ബ്രാഞ്ച് സിംഗിൾ കോഡ്സിനകത്ത് തിരൂർ എന്ന് കൊടുത്തു. സിംഗിൾ കോഡ് സെൻഡ് ചെയ്തു. കോമ ഇട്ടു. അക്കൗണ്ട് ടൈപ്പ് SB അക്കൗണ്ട് ആണ്. SB എന്ന് പറഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട് ആണ്. ഓക്കെ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണ്. അത് സിംഗിൾ കോഡ്സിനകത്ത് ക്ലോസ് ചെയ്തു. കോമ ഇട്ടു. ദെൻ എന്ത് ചെയ്തു? എമൗണ്ട് കൊടുത്തു. എമൗണ്ട് അവിടെ പോയിന്റ് ശേഷം പോയിന്റ് വാല്യൂസ് കൊടുത്തിട്ടില്ല. ഡിഫാൾട്ട് 00 എന്ന് കയറി വരും. ദെൻ 25,430 എന്ന് കൊടുത്തു. ഇതുപോലെ അക്കൗണ്ട് വ്യത്യസ്ത ബ്രാഞ്ചസിൽ വ്യത്യസ്ത അക്കൗണ്ട് ടൈപ്പ് ഓഫ് അക്കൗണ്ടിൽ വെച്ച് എന്ത് ചെയ്യുക? 5 6 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും ശ്രദ്ധിക്കുക, എക്സാമിന് തിയറിയിലായിട്ട് ഈ പറഞ്ഞ എക്സാമിന് പ്രാക്ടിക്കൽ പരീക്ഷ തിയറി രൂപത്തിൽ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന റെക്കോർഡിന് നേർപകുതി എഴുതിയാൽ മതി. പക്ഷേ പ്രാക്ടിക്കൽ എക്സാം കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ എത്രണ്ണം പറഞ്ഞിട്ടുണ്ടോ അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. അപ്പോൾ ഇവിടെ അങ്ങനെ 5 റെക്കോർഡ്സ്, 6 റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സബ് ക്വസ്റ്റ്യൻസിന് മാച്ച് ആയിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡ്സ് വേണം ഇൻസേർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് തോന്നിയ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് എല്ലാത്തിനും എല്ലാ സബ് ക്വസ്റ്റ്യൻസും നമുക്ക് റിസൾട്ട് കിട്ടിക്കോളുന്നില്ല. ഓക്കെ, അതും മനസ്സിലാക്കണേ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം ബാങ്ക് ഓർഡർ ബൈ ബ്രാഞ്ച് നെയിം, എമൗണ്ട്, ASC എക്സെട്ര. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എമൗണ്ടിൻ്റെ അസെൻഡിങ് ഓർഡറിലും ബ്രാഞ്ച് നെയിം ഓർഡർ ബൈ ബ്രാഞ്ച് നെയിം പ്രത്യേക ഓർഡറിൽ ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ എമൗണ്ടിൻ്റെ അസെൻഡിങ് ഓർഡറിലാണ് ബ്രാഞ്ച് നെയിമും കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യേണ്ടത്? ഷോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്വറീസാണ് കൊടുത്തിരുന്നത്. സെലക്ട് സ്റ്റാർ ഫ്രം ബാങ്ക് ഓർഡർ ബൈ ബ്രാഞ്ച് നെയിം, എമൗണ്ട്, ASC സെമിക്കോളൻ. പിന്നെ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ടേബിളിലേക്ക് പുതിയൊരു കോളം ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കോളം ആഡ് ചെയ്യാനായിട്ട് ഓൾട്ടർ ടേബിൾ ബാങ്ക് ആഡ് മിനിമം എമൗണ്ട് ഇൻറ്റ് ഡിഫാൾട്ട് 1000 സെമിക്കോളൻ. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്ന ടേബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മിനിമം എമൗണ്ട് കൊണ്ടൊരു കോളം ആഡ് ചെയ്യണം. then അതിലേക്ക് എന്ത് ചെയ്യണം? ഡിഫാൾട്ട് എമൗണ്ട് 1000 കൂടെ കൊണ്ടുവരണം. ദെൻ ശേഷം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കോളത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണലി ഒരു 1000 റുപ്പീസ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഏതൊക്കെ ബ്രാഞ്ചിൽ വേണ്ട? ആലപ്പുഴയും മലപ്പുറം ബ്രാഞ്ചിലും ഇത്തരത്തിലുള്ള എക്സസ് 1000 റുപ്പീസ് അഡീഷൻ ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. അപ്ഡേറ്റ് ബാങ്ക് സെറ്റ് എ മിനിമം എമൗണ്ട് ഈക്വൽ ടു 1000 വേർ ബ്രാഞ്ച് നെയിം നോട്ട് ഇൻ ബ്രാക്കറ്റിനകത്ത് ആലപ്പുഴ സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമിയുടെ വീണ്ടും ഈ പറഞ്ഞ സിംഗിൾ കോഡ്സിനകത്ത് മലപ്പുറം സിംഗിൾ കോഡ്സ് ചെയ്യുക, ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ കൊടുക്കുക.
ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായ ആ മിനിമം എമൗണ്ട് എന്ന് പറയുന്ന കോളത്തിലേക്ക് 1000 എമൗണ്ട് കൂടെ കയറി വരും. പക്ഷേ ഏതൊക്കെ ബ്രാഞ്ചിലേക്ക് കയറി വരില്ല? ആലപ്പുഴ ബ്രാഞ്ചിലേക്കും മലപ്പുറം ബ്രാഞ്ചിലേക്കും ആ എമൗണ്ട് കയറി വരില്ല. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സെലക്ട് അക്കൗണ്ട് നെയിം ഫ്രം ബാങ്ക് വേർ എമൗണ്ട് ലെസ് ദാൻ 1000. മിനിമം ബാലൻസ് 1000 ഇല്ലാത്ത അക്കൗണ്ട് നെയിമുകൾ എത്രയുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? അവിടെ കൗണ്ട് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഇപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഇപ്പോൾ മലപ്പുറം ബ്രാഞ്ചിലാണെങ്കിൽ സീറോ ബാലൻസ് ഇല്ല, ഈ പറഞ്ഞ മിനിമം ബാലൻസ് ഇല്ലാത്ത എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത്, ഇപ്പം മലപ്പുറം ബ്രാഞ്ച് ഇത്ര, തിരുവനന്തപുരം ബ്രാഞ്ച് ഇത്ര, തിരൂർ ബ്രാഞ്ച് ഇത്ര, തൃശ്ശൂർ ബ്രാഞ്ച് ഇത്ര, കാലിക്കറ്റ് ബ്രാഞ്ച് ഇത്ര, ആലപ്പുഴ ബ്രാഞ്ച് ഇത്ര, അങ്ങനെ ഒരു കൗണ്ട്, സമ്മറി കൗണ്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് സെലക്ട് കൗണ്ട് ബ്രാക്കറ്റിനകത്ത് അക്കൗണ്ട് നെയിം ബ്രാക്കറ്റ് ക്ലോസ് ഫ്രം ബാങ്ക് വേർ എമൗണ്ട് ലെസ് ദാൻ 1000 സെമിക്കോളൻ കൊടുത്തിരിക്കുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ഫ്രം ബാങ്ക് വേർ അക്കൗണ്ട് ടൈപ്പ് ഈക്വൽ ടു SB ആൻഡ് ബ്രാഞ്ച് നെയിം ഈക്വൽ ടു തിരുവനന്തപുരം ആൻഡ് എമൗണ്ട് ഈക്വൽ ടു 0. ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ റിമൂവ് ചെയ്യാണ് വേണ്ടത്. തിരുവനന്തപുരം ബ്രാഞ്ചിലുള്ള സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്തരം വ്യക്തികൾ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിമൂവ് ചെയ്യണം. അപ്പോൾ ഡിലീറ്റ് ഫ്രം ബാങ്ക് വേർ അക്കൗണ്ട് ടൈപ്പ് ഈക്വൽ ടു SB ആൻഡ് ബ്രാഞ്ച് നെയിം ഈക്വൽ ടു തിരുവനന്തപുരം ആൻഡ് എമൗണ്ട് ഈക്വൽ ടു 0. ഇവിടെ 3 കണ്ടീഷൻസ് ശ്രദ്ധിക്കണം. ഡിലീറ്റ് ചെയ്യണം വേണ്ടത്. അക്കൗണ്ട് ടൈപ്പ് എന്തായിരിക്കണം? സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കണം. ബ്രാഞ്ച് നെയിം എവിടെ മാത്രമേ ആവാൻ പാടുള്ളൂ? തിരുവനന്തപുരം മാത്രമേ ആവാൻ പാടുള്ളൂ. എമൗണ്ട് എത്ര ആവാനേ പാടുള്ളൂ? 0 ആയിരിക്കണം. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ റെക്കോർഡ്സ് എന്ത് ചെയ്യണം? അവിടെ മുഴുവനായിട്ട് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ നന്നായി കാണുക. സംശയങ്ങളുണ്ടെങ്കിൽ ഈ സെഷനിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.